ഇറാനിൽ വൻ ആഭ്യന്തര കലാപം പുകയുകയാണ്. ഇതിനിടയിൽ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ ഇറാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്നു. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നമ്മുടെ ആളുകൾ അവിടെ സുരക്ഷിതരാണോ? ലോകമാകെ ഉറ്റുനോക്കുന്ന ഇറാനിലെ ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം പരിശോധിക്കാം. ഇറാനിൽ രാജ്യവ്യാപകമായി നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇന്ത്യക്കാരെയും അഫ്ഗാൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തതായി വലിയ തോതിലുള്ള റിപ്പോർട്ടുകൾ ഓൺലൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. 6 ഇന്ത്യൻ പൗരന്മാരെ പോലീസ് പിടികൂടി എന്നായിരുന്നു പ്രധാന പ്രചരണം. എന്നാൽ ഈ വാർത്തകളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് വിദേശ എക്സ് അക്കൗണ്ടുകൾ വഴി പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ തെറ്റാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കണമെന്നും ഔദ്യോഗികവും വിശ്വസനീയവുമായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രം സ്വീകരിക്കണമെന്നും അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചുരുക്കത്തിൽ ഇന്ത്യൻ പൗരന്മാർ അവിടെ അറസ്റ്റിലായി എന്നുള്ള അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഇറാനിൽ ഭരണകൂടത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഈ സംഘർഷങ്ങളിൽ ഇതുവരെ 500-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. 10,000-ലധികം ആളുകളെ ഭരണകൂടം തടങ്കിലാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധക്കാർ മാത്രമല്ല, സുരക്ഷാ സേനാംഗങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും വിചിത്രം. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതും ഫോൺ ലൈനുകൾ തകരാറിലായതും കാരണം യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രശസ്തമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടനകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിഷേധം ശക്തമാകുമ്പോഴും രമ്യമായിട്ടുള്ള പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ പറയുന്നത്. ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും അത് പരിഹരിക്കാനും സർക്കാർ തയ്യാറാണ്. എന്നാൽ ഈ പ്രതിഷേധങ്ങളുടെ മറവിൽ രാജ്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കലാപകാരികളെ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും അദ്ദേഹം കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിനിടയിലേക്കാണ് ഇന്ത്യക്കാരെ വലിച്ചഴച്ചുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ എത്തിയത്. ഇറാനിലെ സ്ഥിതിഗതികൾ ഇപ്പോഴും ശാന്തമായിട്ടില്ല. എങ്കിലും അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നിലവിലെ ഔദ്യോഗിക വിശദീകരണങ്ങൾ വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കുന്നതിന് മുൻപ് വസ്തുതകൾ പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.